السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدر المقدار العظيم. أما بعد، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته صدق الله المولانا العظيم. لا راحة لمؤمن دون لقاء الله صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, തഖ്വ യാറാക്കൂ. അള്ളാഹുടെ കൽപ്പന തഖ്വ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ ഈമാൻ എന്ന മനുഷ്യന്മാരെ, നിങ്ങളെ സത്യവിശ്വാസികളായ ഈമാൻ എന്ന മനുഷ്യന്മാരെ വിളിച്ചെന്നു. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുടെ പേടിക്കൂ. ഹഖ തുഖാതി, പേടിക്കും പോലെ പേടിക്കൂ. അള്ളാഹുടെ പേടിച്ച ഒരൊറ്റ ശത്രുക്കളെ ഒരെന്തും മോശ ദഗൽബാജ് എന്തും അങ്ങ് എന്താവില്ല, ബാധിച്ചില്ല. ആര് തഖ്വത്തുള്ള അങ്ങോട്ട് അള്ളാഹുല്ല പരിശുദ്ധ ഖുർആൻ ചെല്ലത്. തഖ്വ എന്ന മനുഷ്യന്മാർക്ക് ആവശ്യമായ എല്ലാം വിശാലമായ ഹിസാബില്ലാണ്ട് കൊടുക്കടാറ് അള്ളാഹു. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചമോ എന്താക്കണം? അള്ളാഹു എല്ലാ ദോഷത്തെ മാഫാക്കണം. അള്ളാഹു തഖ്വ എന്ന നില അള്ളാഹ് ഇഷ്ടപ്പെടുക. അള്ളാഹു ഇഷ്ടപ്പെടുക. പിന്നെ തഖ്വ എന്ന് നോക്കി നാല് അവിടെ ആഖിറത്തും ഭൂമിയിലും ആഖിറത്തിലും സന്തോഷമുള്ളൂ. അതുകൊണ്ട് എന്താവണു? മുത്തഖീ നോക്കി അള്ളാഹു ഉഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖീ നോക്കി അള്ളാഹു സ്വർഗത്തെ തയ്യാറാക്കി വെച്ചിടും. അപ്പോൾ മുത്തഖ്വ എവിടെ ഉണ്ടാവണം? ഇപ്പോൾ റമളാനിലുണ്ടാവണം. ലഅല്ലക്കും തത്തഖൂൻ ഖുർആൻ ചെന്നല്ലേ, നമ്മുടെ നിങ്ങൾ മേൽ ഫർളാക്കിയ നിങ്ങളെ കാട്ടി മുതൽ വന്ന മുൻഗാമി ഫർളാക്കിയതുപോലെ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. എന്തിക്ക് ഫർളാക്കിയോ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വാകാരാവുക, ഈമാനുള്ളങ്ങാവുകയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ റമളാനിൽ എങ്ങാനും തഖ്വാകാരായിട്ടെങ്കിൽ ഞങ്ങൾ പിന്നെ പോണെന്തെങ്കിലും ഫുള്ള് തഖ്വ ഉണ്ടെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ അള്ളാഹ് രണ്ട് സ്വഹാബാക്കളെ നല്ല ചെന്തല്ലേ. ഓ സ്വഹാബാക്കളെ, നിങ്ങൾ നണ്ട നോക്കിയിട്ട് നിങ്ങൾ ഈമാൻ അതായി വിശ്വസിച്ചിടാറ്. നിങ്ങൾ ഒരു കൂലി ടൈറ്റ് നണ്ട നോക്കാണ്ട് വിശ്വസിച്ച് ഒരു കൂട്ടം പണ്ടൽ പിന്നെ പണ്ടല്ലേ അങ്ങ് നിങ്ങളെ കാട്ടി എല്ലോ ഇരട്ടി പ്രതിഫല കൂലി യാറ അങ്ങനെ. കാരണം നിങ്ങൾ ഒരു സന്തോലത്തെ അങ്ങ് നിങ്ങളെ കാട്ടി 7 ഇരട്ടി സന്തോലയാറ് എല്ലാ വിഷയത്തിലും, ആഖിറത്തെ വിഷയത്തിലും. എന്തിക്ക് അങ്ങ് നണ്ട നോക്കാണ്ട് അങ്ങ് നണ്ട കൊണ്ട് വിശ്വസിച്ചിട്ട് ഞാൻ ആഘോഷിച്ചതല്ല. അള്ളാഹ് റസൂൽ വാത്തിയുർ റസൂല, അള്ളാഹ് ചെന്നതും അള്ളാഹ് റസൂൽ ചെന്നതല്ല എന്താക്കടാറ്? ഇതാത്ത് അനുസരണാക്കടാറ്. അതുകൊണ്ടാകുമോ യാറ ഗ്രേഡ് എന്ന് ചെന്നാറ് അള്ളാഹ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈമാൻ ഇന്നത്തെ ലക്ഷണങ്ങൾ എന്താണോ? ഈമാൻ എന്ന മനുഷ്യന്മാർ ഈമാനിക്ക് ഉദാഹരണ ചരിത്രം നോക്കൂ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജാവ് ഇങ്ങനെ സഞ്ചരിക്കട് ഇങ്ങനെ തിരിഞ്ഞോ? നീ കേട്ട ചരിത്രമേ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജാവ് ആരെല്ലാം പാവത്തങ്ങളും ആരെന്നാണ്. അപ്പോൾ റൗത്തലും 2 ഉമ്മോൽ ഫലക്കവരാറ് ഇണ്ട് കിട്ടിയ പാൽ 4 മനുഷ്യന്മാരെല്ലാം പാൽ വിൽക്കണമല്ലേ, പാൽ വിൽക്കണ സ്ഥലം പോകും. അത് കുറടി കിട്ടിയുണ്ട് തന്നി ബീച്ചിട്ട് 4 എല്ലാവർക്കും അഡ്ജസ്റ്റാക്കി പാൽ വിൽക്കണു എന്ന് ഉമ്മ ചൊല്ലും. മോൽ ചൊല്ല ഉമ്മ ഇല്ലമ്മ പാലക്ക് തന്നി ബീത്തര വേണ്ടേ വേണ്ട. എന്തിക്ക് ഇത് ഉമറുൽ ഫാറൂഖ് അടുത്ത നിങ്കാൽ കൊന്തായി പോയിട്ടെങ്കിൽ നമുക്കു പിന്നെ ശിക്ഷ കെട്ടിട്ട ബുദ്ധി എന്ന് ചെന്നപ്പോൾ ഉമ്മ ചൊല്ലു. ഉമറുൽ ഫാറൂഖ് അവിടെ ഉള്ളല്ലേ ഭരണാധികാരി, അവിടെ മദീനത്തിലെ ഞങ്ങളുള്ള ഹള്ളിയിലായത്തിലല്ലേ, അതാണ് കൊന്താടും. അപ്പം ചെന്നു മോൽ ചെന്നു അള്ളാഹു ഞങ്ങളിട്ടിയുള്ള അള്ളാഹു നോക്കിയിട്ടുള്ള അതിക്ക് പേര് ഈമാൻ. അള്ളാഹു നോക്കിയിട്ടുള്ള അത് കേട്ട് അവൻ്റെ ജാഗ്രത ആക്കണം എന്ന് ചെന്നു. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം ഉമറുൽ ഫാറൂഖിയൊക്കെ മോൾക്ക് സെലക്ട് ആക്കണല്ലേ പെണ്ണിടെ. ഈമാൻ എന്ന പെണ്ണ് വേണം. ഡോക്ടറായ പെണ്ണ് വേണ്ട, പ്രൊഫസറായ പെണ്ണ് വേണ്ട, ലെക്ചറായ പെണ്ണ് വേണ്ട, ലെക്ചറായ പെണ്ണ് വേണ്ട. പിന്നെ എന്ത് പെണ്ണ് വേണം? ഈമാൻ എന്ന പെണ്ണ് വേണം എന്ന് സെലക്ട് ആക്കിയിട്ട് ഉമറുൽ ഫാറൂഖ്. ഒരു പെണ്ണ് വന്ന് അള്ളാഹ് ചെന്ന് നൻ്റെ നഫ്സ് ചെന്ന പോലെ കേട്ടിട്ട് എന്ത് ഇത് നബി വ്യഭിചരിച്ച് പോയ
വിചാരിച്ചിട്ട് പോയ ഞാൻ ഗർഭിണിയായിട്ട് നബിയെ എന്നൊക്കെ എൻ്റെ ശിക്ഷിക്കറു എന്ന് ചെന്നപ്പോൾ അള്ളാഹ് ചെന്ന് നീ പോയിട്ട് പെത്തിട്ട് വാ. അങ്ങനെ ആ ഉമ്മ നോക്കറുള്ള ഈമാൻ നോക്കണം. പെത്തിട്ട് വന്നപ്പോൾ ചെന്ന് നിൻ്റെ പാൽ കിടാവുക്ക് പാൽ തീന്നൽ പിന്നെ പറഞ്ഞു. പാല് തിന്ന് അങ്ങനെ പാലെല്ലാം കൊടുത്തിട്ട് 2 വർഷം എല്ലാം തിന്നൽ പിന്നെ വന്നപ്പോൾ ചെന്ന് കിടാവ് സ്വന്തം കൈ കൊണ്ട് എന്തെങ്കിലും ചിന്തര ഗൊന്താവണം അത്ത അതിൽ പിന്നെ പറഞ്ഞു. ആ ഉമ്മ പണ്ട് നോക്കറുള്ള എന്ത് ഭൂമിയുടെ ശിക്ഷ കിട്ടിട്ട് ഹദ്ദടിക്കുന്നത് ഇവിടെ ഹദ്ദടിച്ച് വലുതല്ല 4 ആഖിറത്തെ ശിക്ഷ ഇല്ലാണ്ടാവണം. അത് പേര് ഈമാൻ. ഈമാന് അങ്ങനെ അതായത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഗുട്ടായിട്ടും റട്ടായിട്ടും അള്ളാഹുവിനെ പേടിക്കണം. അങ്ങനെ നീത്ത് കിടാവു കയ്യിൽ പിടിച്ചിട്ട് റൊട്ടി ടൈം ആകുമ്പോൾ ആ ഉമ്മ ഉമ്മയുടെ എന്താക്കട് അള്ളാഹ് റസൂല് ഹദ്ദടിക്കൂ സ്വഹാബകളുടെ ആടാടും സ്വഹാബകളെല്ലാം ഹദ്ദടിച്ചിട്ട് കൊലയാവിടല്ലേ ചെന്നിനകത്ത് എന്തോ ആഹൃത ശിക്ഷ വേണ്ട. ഇവിടെ എത്ര ശിക്ഷ കിട്ടിയ വലുതല്ലേ, ഇവിടെ എത്ര താന്നു പോയ വലുതല്ലേ മനുഷ്യന്മാർ നണ്ട തപ്പടി ചെന്നിട്ട് എന്ന് ആ ഉമ്മയുടെ കൽബുലിന്ത്. അങ്ങനെ ആ ഉമ്മ പോത്താൽ പിന്നെ നിസ്കരിക്കൂടെ ആരല്ലാ റസൂൽ സുബ്ഹാനല്ലാ ഉമർ ഫാറൂഖ് ഒബ്ജക്ഷൻ ആക്കട് ഒരു വ്യഭിചാരില്ല നബി ചെല്ലത് അവലെ തോപത്തെ. കാരണം ആ ഉമ്മയുടെ തോപ എത്ര എലുവാളുകൾ വലിയ തമ്മാടി പാപ്പിങ്ങ മഹാപാപ്പിങ്ങു ശുപാർശാക്കിത്തിങ്ങ അള്ളാഹു സ്വീകരിക്കടാ. അത്ര നല്ല തോബ സുബ്ഹാനല്ലാ എന്ന് ചെന്ന് നിസ്കരിച്ച്. കാരണം എന്തുകൊണ്ട് ഈമാന് ധാരാളം ഇന്നത് കൊണ്ട് ഉടമയെ ശിക്ഷ കിട്ടട്ടെ എന്ന് പരിപൂർണ്ണ എന്താക്കിത്ത് ശിക്ഷയുടെ ഉടമയെ ഏറ്റെടുത്ത് കൊടുത്തു. ആ ഉമ്മ പഠിച്ചവന് അല്ലാഹ് അങ്ങനെയല്ല ബർക്കത്തുണ്ടെങ്കിൽ ഈമാൻ ആറാക്കി തരാം. റമളാനിൽ എന്താണ് ഇപ്പോൾ ഈമാൻ ഈമാന് യാറാവണം. ഇബാദത്ത് എമ്മെടുത്തിട്ട് എന്ന് പറഞ്ഞല്ല ഈമാനിക്കണം. ഈമാൻ ചെന്ന് അള്ളാഹ് അനിഷ്ടമായത് പറയാത്ത പോലെ കൈയുടെ പരമാവധി ഞങ്ങളെ കൊണ്ട് 6 ഉപദ്രവം തീരാ. അത് ഈമാനിൽ പെട്ടത്. ഞങ്ങളെ കൊണ്ട് 6 ഉപദ്രവം ഞങ്ങൾ എത്ര ഇബാദത്ത് വെച്ചാൽ 10 ഖത്ത ഓതരുന്ന ഞങ്ങളെ കൊണ്ട് വേറെ ഉപദ്രവം ചെയ്ത് ഞങ്ങളെ 10 ഖത്തത്ത് വിലയില്ല. ഞങ്ങൾ എപ്പോൾ നോക്കി നോമ്പ് പറലും സുന്നത്ത് എല്ലാ നോമ്പുണ്ട്. പക്ഷേ ഞങ്ങളെ കൊണ്ട് എന്താവിടു പരോക്ഷമായിട്ട് ഞങ്ങളെ കൊണ്ട് ഇടങ്ങേറാവിടെ ആറുകാട്ട് ഞങ്ങൾക്കും വിലയില്ല. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ആർക്കും പ്രത്യക്ഷ പരോക്ഷ നിലക്കും ബേജാറോ ആവത്തീര ഇടങ്ങേറോ ആവത്തീര നിലക്കും ഒരു ഞങ്ങളെ കൊണ്ട് ഒരടച്ചന ഉണ്ടാവത്തീര. അങ്ങനെ ആ നിലക്ക് കൂടുതൽ ഈമാൻ ഉണ്ടാക്കണം. ഞങ്ങളെ കൊണ്ട് എല്ലാവരും സന്തോഷമാവണം. ഞങ്ങളെ കൊണ്ട് എല്ലാവരും ഞങ്ങൾ കടന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് എന്താവണം സന്തോഷിക്കണം. ഇത് ബന്ധല്ലേ മുസീബത്ത് എന്നങ്ങ് ആവത്തീര. അങ്ങനെ ഐത്തെങ്കിൽ ഞങ്ങൾ ഈ ഭാഗത്ത് പവറില്ല. അതുകൊണ്ട് ഈമാൻ ഉണ്ടാക്കുക. എത്ര കുറടി ഈ ഭാഗത്തായെങ്കിലില്ല ഈമാൻ ഉണ്ടാക്കണം ചെന്നെങ്കിൽ അള്ളാഹു അനിഷ്ടമായതല്ല. മനുഷ്യന്മാരുടെ ഭയങ്കര കിരുസ കാട്ടുന്നത് അള്ളാഹു വളരെ ഇഷ്ടം. മനുഷ്യന്മാരുടെ കിരുപ്പ കാട്ടുന്നത് അള്ളാഹു ഭാരി ഇഷ്ടം. കിരുപ്പ ചെന്നങ്ങനെ അത് ഭയങ്കര പാലിസില്ല. ആഖിറ സമ്പാദന ആക്കൂ, എൻകറേജ് പ്രോത്സാഹം ഉണ്ടാക്കണോ, സപ്പോർട്ടാക്കണോ, ആഖിറ സമ്പാദന ആക്കൂ. പിന്നെ കൂട്ടർ കരിയും ചിന്നരത് കൊടുത്തിട്ട് പിരിച്ചുണ്ടാക്കണമല്ല. ആഖിറത്തെ വിഷയം ചെന്നിട്ട് പിരിച്ചുണ്ടാക്കണം. അത് ചില മനുഷ്യന്മാർക്ക് ആവില്ല. അത് ആവും പോലെ നിദാനത്തിൽ ഉണ്ടാക്കണം. ചെന്നിട്ട് മനുഷ്യന്മാർക്ക് ഞങ്ങൾ ശത്രു അല്ല, നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് നല്ലല്ലേ എന്ന് ചൊല്ലണം. ആക്കൂറുകൊണ്ട് കണ്ടീഷൻ ആക്കോ തരാം. ഞങ്ങളുടെ നിദാനത്തിൽ ആക്കൂറ് ചെന്നെങ്കിൽ ഞങ്ങൾ ഈമാൻ ആരാടും ഞങ്ങൾ വിട്ടു കിരുപ്പുണ്ട്. അപ്പോൾ എന്താവിടും ഞങ്ങൾ ഈമാൻ വലിയ വില ഉണ്ടാടും, വാല്യൂ ഉള്ളതില്ല ഈമാൻ. അതുകൊണ്ട് ഈമാൻ്റെ വോൾട്ടേജ് ഈ റമളാനിൽ ആറാക്കുക. അതൊക്കെ അള്ളാഹുവിൻ്റെ മഹലായ ഫലാഹിബത്ര ഫലാഹി മുത്ത് ബദരികളെ വർക്കത്തുകൊണ്ട് ഈമാൻ ആറാക്കുക. എല്ലാ കഴിവും ശക്തി ആത്മോന്നതി മനക്കരുത്തും എന്തെല്ലാം ആവശ്യം അതെല്ലാം പ്രദാനം ചെയ്യുക. അള്ളാഹ് എന്തെല്ലാം അനാവശ്യമായത് ഞങ്ങളുണ്ട് അള്ളാഹ് അനിഷ്ടമായത് അതെല്ലാം 100% ഇല്ലാണ്ടാക്കുക. അള്ളാഹ് ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.